തൃശ്ശൂരിലെ ഗഡിയോളില്ലാത്ത ഓണാഘോഷം ഉണ്ടോ? അപ്പൊ നമുക്ക് കേരളവർമ്മ കോളേജിലെ പിള്ളേരുടെ ഓണാഘോഷം ഒന്ന് കാണണ്ടേ? എന്നാ വാ. ചെമ്മാനപ്പൂവിരുപ്പിൽ പണ്ടുത്തനടം നിറഞ്ഞേ ഉത്തരടം കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. എന്തെല്ലാം കാഴ്ചയുണ്ടേ താര കണ്ടൊന്നു കണ്ടിരിപ്പാൻ, കൊട്ടും കുറവയുണ്ടേ താര ഒത്തരഘോഷമുണ്ടേ. എന്തെല്ലാം കാഴ്ചയുണ്ടേ താര കണ്ടൊന്ന് കണ്ടിരിപ്പാൻ, കൊട്ടും കുരവയുണ്ടേ താര ഒത്തരഘോഷമുണ്ടേ. കോളേജിൽ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ആൾക്കാരും ഈ പ്രകൃതിയൊക്കെ തന്നെയാണ്. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനി പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നുമിന്നും നീ പുണർന്നൊരി താരകം. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഓണാഘോഷത്തിന് അങ്ങനെ വടംവലിയും തിരുവാതിരകളിയും ഒന്നല്ല, ഇവിടുത്തെ പിള്ളേരുടെ ഫ്രഷ് ഐറ്റമാണ്, ക്ലീഷേ മാറ്റിപ്പിടിച്ചൊരു ഐറ്റം അല്ലേ? ആദ്യം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വന്നു, ബാക്കിൽ വന്നു സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അതിനനുസരിച്ച് ബാക്കിൽ ലൈനപ്പ് ചെയ്തു, എന്നിട്ട് സോങ് ഇട്ടു, കയറി അങ്ങ് പൊരിച്ച്. ഈ ഓണത്തിനിടയ്ക്കാണോ കുട്ടിക്കച്ചവടം ചോദിക്കില്ലേ നമ്മളെ? ഓണത്തിനിടയ്ക്കാണോ ഫാഷൻ ഷോ? അതൊരു വെറൈറ്റി അല്ലേ? അതെ, പിന്നെ അല്ലാണ്ട് കോസ്റ്റ്യൂമിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും സാരി ഉടുത്ത് എപ്പോഴും സാരി മാത്രം സെറ്റപ്പ് ചെയ്ത് വരുന്നു. ഞാനൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും. ഇതെന്ന് പറയുന്നത് പിന്നെ കണ്ണൂരിൽ നിന്ന് ഇറക്കിയ കുപ്പായാണ്. കാരണം ഞാൻ ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഈ റാംബോ ഒക്കെ ചെയ്യാനായിട്ട് വന്നതാണ്. കണ്ണൂരാന്ന് വീട്. ഇത് പിന്നെ നമ്മുടെ അത്രയധികം ഉറ്റ സുഹൃത്ത് ഹോസ്റ്റലിന് സ്പോൺസർ ചെയ്ത ലുങ്കിയാണ്. ഈ ചെരുപ്പ് എൻ്റെ ചെരുപ്പാണ്, ഷർട്ട് അച്ഛൻ്റെ ഷർട്ടാണ്, വാച്ച് അച്ഛൻ എനിക്ക്. ദിവസങ്ങൾ പഴക്കമുള്ള പവിത്രമായ ലുങ്കിയാണോ ഇത്? തീർച്ചയായും. കണ്ടോ, ഇതിൻ്റെ ഓരോ നൂലിഴകളും അത്രയധികം പവിത്രമായിട്ട് നെയ്തുണ്ടാക്കിയ ഒരു ഇതാണ്. വെള്ളം പോലും നനയ്ക്കാതെ അല്ലേ? അതാണ് ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോൾ അത്രയധികം പവിത്രമായ പുണ്യമായ സാധനങ്ങളിലാണ് നമുക്ക് കിട്ടുക. അത്രയധികം എന്താ പറയുക, ആൻറ്റീക്ക് ആയിട്ട് നമുക്ക് പരിപാടികൾ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം എല്ലാടിക്ക് ആൻറ്റീക്ക് ആയിട്ടുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സാധനത്തിൻ്റെ എല്ലാം ട്രെൻഡ് പോയി. നമ്മളിപ്പം എത്രത്തോളം പഴമയിലേക്ക് നമുക്ക് പോകാൻ പറ്റും, അത്രത്തോളം പഴമയിലേക്കാണ് നമ്മുടെ കാലഘട്ടം എല്ലാവരും പോകുന്നത്. ക്യാമ്പസിലെ നാടൻ പാട്ട് ടീമിനെയും ഫാഷൻ ഷോക്കാരെയൊക്കെ നമ്മൾ കണ്ടു. ഇതെന്താണ് സംഭവം? ഒരു വെറൈറ്റി സ്റ്റൈലാണല്ലോ, അതായത് റിട്രോ സ്റ്റൈൽ പിടിച്ചാണോ? അതെ, മൂവി റെക്രിയേഷൻ ആയിരുന്നു ഞങ്ങളുടെ ഒരു. ഇത് ഏത് കാലഘട്ടമാണ്? പഴയ കാലഘട്ടം, റെട്രോ ആയിട്ട്, റെട്രോ തീമില്. ഇതെന്താ, എന്തൊക്കെ സാധനങ്ങൾ ഇതിന് ഇങ്ങനെയൊക്കെ സെറ്റ് ആക്കാൻ എന്തൊക്കെ ചെയ്തു? സാരി ഇട്ട കുറച്ച് ഒരു സാരി കിട്ടിയത്. ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. പിന്നെ പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? വെറും പഠിപ്പ് മാത്രം പോരല്ലോ, പിള്ളേർക്ക് പലതിനോടും ടേസ്റ്റുള്ള പിള്ളേരുണ്ട്. കാരണം എല്ലാവരും എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ്, പല കാറ്റഗറിയിൽ പോകാൻ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇത്. അപ്പോൾ നമ്മുടെ കോളേജ് എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന ഒരു കോളേജ് കൂടിയാണ്. സോ ദെർഫോർ ദേ പ്രൊവൈഡ് ദിസ് ഓപ്പർച്യൂണിറ്റി.